Next topic, base B representation. Base B representation. Okay, എന്താണ് base B representation? നമുക്ക് ഏതൊരു നമ്പർ എടുത്തിട്ടുണ്ടെങ്കിലും, that is now ഒരു എക്സാമ്പിൾ 3564. ഇതിനെ 10 ബേസിൽ മാറ്റി എഴുതാം. ഈ നമ്പറിനെ കംപ്ലീറ്റ് 10 ബേസിൽ മാറ്റി എഴുതാം. നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെ 3 into 1000 പ്ലസ് നെക്സ്റ്റ് 5 into 100 പ്ലസ് 6 into 10 പ്ലസ് 4 അല്ലേ? That is this equal to 3 into 10 cube plus 5 into 10 square plus 6 into 10 plus വേണമെങ്കിൽ 4 into 10 power 0 ഇങ്ങനെ എഴുതാം. കാരണം 10 power 0 പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ്. അപ്പോൾ ഇവിടെ ഈ നമ്പറിനെ നമ്മൾ 10ന്റെ ബേസിലേക്ക് മാറ്റി എഴുതി. ഓക്കെ, നെക്സ്റ്റ് ഇങ്ങനെയാണെങ്കിലോ, ദാറ്റ് ഈസ് 35.64 ആണെങ്കിലോ ഇതിനെയും നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലെ എഴുതാം. ഇവിടെ 35 ആണ്, therefore 3 into 10 plus 5 into 10 power 0 plus 6 into 10 power minus 1 plus 4 into 10 power minus 2 ഇങ്ങനെ എഴുതാം. അപ്പോൾ ഏതൊരു നമ്പറിനെയും നമുക്ക് 10 ബേസിലേക്ക് മാറ്റി എഴുതുക എന്നുള്ളത് വളരെ സിമ്പിളാണ്. ഓക്കെ, നമുക്ക് ഇവിടെ പഠിക്കാനുള്ള ഒരു തിയറം, ബേസ് 10 മാത്രമല്ല ഏതൊരു പോസിറ്റീവ് ഇൻറ്റിജറിലേക്കും ഏത് നമ്പറിനെയും മാറ്റാം. അഥവാ ഇവിടെ 3564 ഇതിനെ 10 ബേസിലേക്ക് നമ്മൾ മാറ്റിയതുപോലെ ഇതിനെ 2 ബേസിലേക്ക് മാറ്റാം, 3 ബേസിലേക്ക് മാറ്റാം, 7 ബേസിലേക്ക് മാറ്റാം. അഥവാ ഏത് ഇൻറ്റിജർ എടുത്തു കഴിഞ്ഞാലും ഏതൊരു പോസിറ്റീവ് ഇൻറ്റിജർ ബേസിലേക്ക് നമുക്ക് ആ ഇൻറ്റിജറിനെ മാറ്റി എഴുതാൻ പറ്റും. അതാണ് നമ്മൾ നെക്സ്റ്റ് പഠിക്കാൻ പോകുന്ന തിയറം. ദാറ്റ് ഈസ് തിയറം. Let B be a positive integer greater than 2, then every positive integer capital N, then every positive integer capital N can be expressed uniquely in the form N equal to AK power BK, AK into B power K plus next AK minus 1 B power K minus 1 plus etc plus A1 B plus A0, where A0, A1, A2 etc AK are non-negative integers less than B and AK not equal to 0 and K greater than or equal to 0. That is ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ഇൻറ്റിജർ എന്നിനെയും നമുക്ക് ഇഷ്ടമുള്ള ഏതൊരു പോസിറ്റീവ് ഇൻറ്റിജർ ബി, പോസിറ്റീവ് നമ്പർ ബി ബേസിലേക്ക് മാറ്റി എഴുതാൻ പറ്റും. ഓക്കെ, അതാണ് നമ്മൾ തിയറം പറയുന്നത്. ബി എന്തായിരിക്കണം, അറ്റ്ലീസ്റ്റ് greater than or equal to greater than 2 ആയിരിക്കണം. ഓക്കെ,
അപ്പോൾ B2-നേക്കാളും വലിയ ഏത് പോസിറ്റീവ് ഇൻറ്റിജർ എടുത്തു കഴിഞ്ഞാലും ഏത് നമ്പറിനെയും നമുക്ക് അതിൻ്റെ ബേസിലേക്ക് മാറ്റി എഴുതാൻ പറ്റും. എങ്ങനെ തെളിയിക്കാം? ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഏതൊരു ഇൻറ്റിജർ എടുത്തിട്ടുണ്ടെങ്കിലും അതിനെ ഏതൊരു പോസിറ്റീവ് ഇൻറ്റിജർ ബേസ് ആക്കിയിട്ട് എഴുതാൻ പറ്റും. രണ്ടാമത്തേത് ആ എഴുതുന്നത് ആ റെപ്രസെൻറ്റേഷൻ യുണീക്ക് റെപ്രസെൻറ്റേഷൻ, അത് രണ്ട് രീതിയിൽ നമുക്ക് അതിനെ മാറ്റി റെപ്രസെന്റ് ചെയ്യാൻ പറ്റില്ല, യുണീക്ക് ആണ് എന്നുള്ളതും പ്രൂവ് ചെയ്യണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ ഇവിടെ 43 ഞാൻ എടുക്കുന്നത് 3 ബേസ് ആയിട്ടുള്ള 43നെ 3 ബേസ് ആക്കിയിട്ട് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് 43നെ നമ്മൾ ഡിവൈഡ് ചെയ്യും. 43നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇവിടെ ദാറ്റ് ഈസ് 1, ദാറ്റ് ഈസ് 3, നെക്സ്റ്റ് 1 30, നെക്സ്റ്റ് 4, ദാറ്റ് ഈസ് 4 12, ദാറ്റ് ഈസ് റിമൈൻഡർ 1. അപ്പോൾ ഫസ്റ്റ് 43നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് 43 ഈക്വൽ ടു 14 ഇൻറ്റു 3 പ്ലസ് 1. നെക്സ്റ്റ് ഈ 14നെ വീണ്ടും എന്ത് ചെയ്യാം? നമുക്ക് ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് 14 ഡിവൈഡഡ് ബൈ 3, ദാറ്റ്സ് ഈക്വൽ ടു 4 അല്ലേ? ദാറ്റ് ഈസ് 4, ദാറ്റ് ഈസ് 12, അഗൈൻ 12, ദാറ്റ് ഈസ് 2. അപ്പോൾ ഈ 43നെ നമുക്ക് എങ്ങനെ എഴുതാം? 40നെ നമുക്ക് വീണ്ടും 4 ഇൻറ്റു 3 പ്ലസ് 2 എന്ന് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് അഗെയിൻ ഫസ്റ്റ് എന്ത് ചെയ്തു? ഇതിനെ 43നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഇതിനെ 40 ഇൻറ്റു 3 പ്ലസ് 1 എന്ന ഫോമിൽ എഴുതി. എന്നിട്ട് ഇതിന്റെ കോഷ്യന്റ് എടുത്തു, അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്തു. ഓക്കെ, നെക്സ്റ്റ് അതേപോലെ ഇവിടെ വീണ്ടും ഡിവൈഡ് ചെയ്യാം. വീണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ദാറ്റ് ഈസ് 4നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും. ദാറ്റ് ഈസ് 1 3 1. അപ്പോൾ ഇവിടെ 4നെ നമുക്ക് എങ്ങനെ എഴുതാം? 4നെ 1 ഇൻറ്റു 3 പ്ലസ് 1 എന്ന് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് ദാറ്റ് ഈസ് 43 ഈക്വൽ ടു എന്താ കിട്ടിയിട്ടുണ്ടെങ്കിൽ 40 ഇൻറ്റു 3 പ്ലസ് 1. ഈ 40നെ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതാണ് 40 അല്ലേ? ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു 14ന് പകരം ഇത്രയും ടേം എടുത്ത് എഴുതി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് 4 ഇൻറ്റു 3 പ്ലസ് 2, ദാറ്റ് ഈസ് 14. നെക്സ്റ്റ് ഇൻറ്റു 3 പ്ലസ് 1, ദാറ്റ് ഈക്വൽ ടു 4 into 3 into 3, that is 3 square plus 2 into 3 plus 1. വേണമെങ്കിൽ 4നെ വീണ്ടും മാറ്റി എഴുതാം അല്ലേ? കാരണം 4 പറഞ്ഞു കഴിഞ്ഞാൽ 1 into 3 plus 1 ആണ്. ദാറ്റ് ഈസ് ഇതിനെ 1 into 3 plus 1, that is 4. Next 3 square plus 2 into 3 plus 1, that equal to, that is 3 into 3, that is 3 cube, plus next 1 into 3 square, that is 3 square plus 2 into 3 plus 1. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും 43നെ നമ്മൾ എങ്ങനെ എഴുതി? 43 ഈക്വൽ ടു നമ്മൾ ഒരു നമ്പർ എടുത്തു, അതുപോലെ തന്നെ ഒരു പോസിറ്റീവ് ഇൻറ്റിജർ എടുത്തു. എന്നിട്ട് ഈ നമ്പറിനെ ഈ പോസിറ്റീവ് ഇൻറ്റിജറിനെ ഇതിന്റെ ബേസിലേക്ക് മാറ്റി എഴുതി. ഇവിടെ 43യും 3 നമ്മൾ ആർബിറ്ററി എടുത്ത നമ്പറാണ്. ഓക്കെ, ദാറ്റ് ഈസ് 43 നമ്മൾ എന്ത് എഴുതി? 3 ക്യൂബ് പ്ലസ് 3 സ്ക്വയർ പ്ലസ് 2 ഇൻറ്റു 3 പ്ലസ് 1 ഇങ്ങനെ എഴുതി അല്ലേ? വേണമെങ്കിൽ 1 ഇൻറ്റു 3 പവർ 0 എഴുതാം. അപ്പോൾ ഇതാണ് നമ്മുടെ തിയറം പറയുന്നത്. ഏത് നമ്പർ എടുത്തു കഴിഞ്ഞാലും ഇനി 43നെ 3യുടെ ബേസ് ആക്കി എഴുതി. ഇതാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതേ കിട്ടുള്ളൂ. ഇതല്ലാതെ വേറെ റെപ്രസെൻറ്റേഷൻ എന്തിനില്ല? 3 എന്ന 43നെ 3 ബേസിലേക്ക് എഴുതുമ്പോൾ ഇതല്ലാതെ വേറെ റെപ്രസെൻറ്റേഷൻ ഇല്ല. അതാണ് നമുക്ക് ഇവിടെ പ്രൂവ് ചെയ്യേണ്ടത്, യുണീക്ക്നെസ്. യുണീക്ക്ലി ഇൻ ദി ഫോം. അപ്പോൾ രണ്ട് പ്രൂഫ് നമ്മൾ പ്രൂഫിൽ രണ്ട് കാര്യങ്ങൾ പ്രൂവ് ചെയ്യണം. ഒന്ന് ക്യാൻ ബി എക്സ്പ്രസ് ചെയ്യാൻ പറ്റും വേണം. ആ എക്സ്പ്രസ് ചെയ്യുന്നത് യുണീക്ക് ആണ് എന്നും തെളിയിക്കണം. ഓക്കെ, നമുക്ക് പ്രൂഫിലേക്ക് പോവാം. പ്രൂഫ് നമുക്ക് എന്തെടുക്കാം? n എന്ന ഒരു നമ്പർ എടുക്കാം. n എന്നൊരു പോസിറ്റീവ് നമ്പർ എടുക്കാം. ബൈ ഡിവിഷൻ അൽഗോരിതം
നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നമ്മൾ രണ്ട് നമ്പർ എടുത്തിട്ടുണ്ട്, ഒന്ന് പോസിറ്റീവ് ഇൻറ്റിജർ n, അതുപോലെ തന്നെ ഏതാണോ ബേസിൽ ഏത് ബേസിലേക്കാണോ മാറ്റി എഴുതുന്നത് ആ നമ്പർ ബിയും. നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ഡിവിഷൻ അൽഗോരിതം വെച്ച് n നെ നമുക്ക് എങ്ങനെ എഴുതാം, n ഈക്വൽ ടു സം q നോട്ട് b പ്ലസ് a ഇങ്ങനെ എഴുതാം. ഇതെന്താ ചെയ്തത്, നമ്മൾ തൊട്ട് മുന്നേ ചെയ്ത പോലെ n എന്ന നമ്പറിനെ b കൊണ്ട് ഡിവൈഡ് ചെയ്തു. b കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമ്മുടെ റിസൾട്ട് q നോട്ട് കിട്ടി, റിമൈൻഡർ a എന്ന് കിട്ടി. ഓക്കെ, ദാറ്റ് ഈസ് നമുക്ക് എങ്ങനെ എഴുതാം, n ഈക്വൽ ടു q നോട്ട് b പ്ലസ് a എന്ന് എഴുതാം. നമുക്കറിയാം ഇത് റിമൈൻഡർ ആയതുകൊണ്ട് എപ്പോഴും 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു a ലെസ് ദാൻ b ആയിരിക്കും. ഓക്കെ, ഞാൻ ഇവിടെ a q നോട്ട് ആൻഡ് a നോട്ട് എഴുതാൻ പോകണം. വീണ്ടും ഞാൻ ചെയ്യാൻ പോണത്, വീണ്ടും ഇവിടെ q നോട്ട് b ഈ രണ്ട് എലമെന്റ് എടുക്കും. എന്നിട്ട് ഇവിടെ വീണ്ടും ഡിവിഷൻ അൽഗോരിതം സബ്സ്റ്റിറ്റ്യൂട്ട്, തൊട്ട് നമ്മൾ 43യുടെ കേസിൽ ചെയ്തു, 43 ഇവിടെ ചെയ്തു. ഫസ്റ്റ് എന്ത് ചെയ്തു, 43നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്തു, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്തു, 14 കിട്ടി. 14നെ വീണ്ടും എന്ത് ചെയ്തു, ഇവിടെ ആ ഡിവിഷൻ അൽഗോരിതം ചെയ്ത് ഇങ്ങനെ പോവാണ്. ഇവിടെ ഈ 14 എടുത്ത് വീണ്ടും 40യും 3യും വെച്ചിങ്ങാണ്ട് ഡിവിഷൻ അൽഗോരിതം ചെയ്തു. നെക്സ്റ്റ് വീണ്ടും ഈ 4ഉം 3യും വെച്ച് ഡിവിഷൻ അൽഗോരിതം ചെയ്തു പോയി. അതേപോലെ സെയിം മെത്തേഡാണ് നമ്മൾ പ്രൂഫ് ചെയ്യാൻ പോണത്. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് n b എടുത്തു, അതിനുപോലെ ഡിവിഷൻ അൽഗോരിതം വെക്കുമ്പോൾ n ഈക്വൽ ടു q നോട്ട് b പ്ലസ് a നോട്ട് കിട്ടി. അടുത്തത് q നോട്ട് ഈക്വൽ ടു സം q1 ഇൻറ്റു b പ്ലസ് a1. ഡിവിഷൻ അൽഗോരിതം വെച്ചു എന്നേ ഉള്ളൂ. ദാറ്റ് ഈസ് എന്താ ചെയ്തേ, ഇവിടെ q നോട്ടും അതുപോലെ തന്നെ b യും എടുത്തു, വീണ്ടും ഡിവൈഡ് ചെയ്തപ്പോൾ ദാറ്റ് ഈസ് q നോട്ടിനെ b കൊണ്ട് ഡിവൈഡ് ചെയ്തു, നമുക്ക് റിസൾട്ട് q1 കിട്ടി, റിമൈൻഡർ സം a1 കിട്ടി. ഓക്കെ, വീണ്ടും വേറെ ഇവിടെ എന്താണ്, a നോട്ട് എപ്പോഴും 0നേക്കാൾ വലുതാണ്, അതുപോലെ തന്നെ b നേക്കാൾ ചെറുതായിരിക്കും. ഇവിടെയും 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു a1, കാരണം b കൊണ്ടാണ് നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ദെർഫോർ എപ്പോഴും നമ്മുടെ റിമൈൻഡർ എപ്പോഴും b നേക്കാളും ചെറുതായിരിക്കും അല്ലേ, ദാറ്റ് ഈസ് a1 ലെസ് ദാൻ b. നെക്സ്റ്റ് വീണ്ടും ഇതേ അൽഗോരിതം ചെയ്ത് അങ്ങനെ പോകുമ്പോൾ എന്ത് വരും, നെക്സ്റ്റ് സ്റ്റെപ്പ് q1 ഈക്വൽ ടു q2 ഇൻറ്റു b പ്ലസ് a2, വേർ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു a2 ലെസ് ദാൻ b. അടുത്തത് q2 ഈക്വൽ ടു q3 b പ്ലസ് a3, where 0 less than or equal to a3 less than b അല്ലേ. ഇങ്ങനെ ചെയ്ത് പോയി കഴിഞ്ഞാൽ ലാസ്റ്റ് എന്തായിരിക്കും, നമ്മൾ തൊട്ട് മുന്നേ ലാസ്റ്റ് എന്താ കിട്ടിയത്, ഇത് ഒന്ന് കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഈ എക്സാമ്പിൾ എടുത്തത്. ലാസ്റ്റ് എന്താ കിട്ടിയത്, ലാസ്റ്റ് ഇങ്ങനെ കിട്ടി അല്ലേ, ദാറ്റ് ഈസ് 1 ഇൻറ്റു 3. അടുത്തത് നമുക്ക് എങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് 1നെ എങ്ങനെ എഴുതാം അല്ലേ, ഇവിടെ 4 ഇവിടെ എടുത്ത് എഴുതി, നെക്സ്റ്റ് 1 ഈക്വൽ ടു 0 ഇൻറ്റു 3 പ്ലസ് 1 ഇങ്ങനെ എഴുതാം. അപ്പൊ ഏറ്റവും ലാസ്റ്റ് ഈ അൽഗോരിതം എൻഡ് എന്താണ്, ഇത് 0 വരും അല്ലേ. അപ്പൊ അതുവരെ നമുക്ക് എന്ത് ചെയ്യാം, ഏത് n എടുത്തു കഴിഞ്ഞാലും ബേസ് ബിയിലെ ഈ അൽഗോരിതം കണ്ടിന്യൂ ചെയ്തു പോവാം. ദാറ്റ് ഈസ് q3 ഈക്വൽ ടു q4 b പ്ലസ് a3 a4, where 0 less than or equal to a4 less than b അല്ലേ. അങ്ങനെ ടെൻഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ, ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ നെക്സ്റ്റ് q കുറച്ച് കഴിഞ്ഞാൽ k minus 2 ഈക്വൽ ടു എന്ത് വരും, ദാറ്റ് ഈസ് q ഇവിടെ 3 ആണെങ്കിൽ അതിന്റെ കൂടെ 1 കൂട്ടിയതാണ് 4, ഇവിടെ 2 ആണെങ്കിൽ അതിന്റെ കൂടെ 1 കൂട്ടിയതാണ് 3. therefore qk minus 2, സെക്കൻഡ് ലാസ്റ്റ് സ്റ്റെപ്പ് k സ്റ്റെപ്പ് ഉണ്ടെങ്കിൽ qk minus 2 ഈക്വൽ ടു ഇത് വരും, ഇവിടെ qk മൈനസ് 1, ഒന്ന് കൂട്ടുമ്പോൾ പ്ലസ് 1 കൊടുക്കുമ്പോൾ ഇത് വരും qk മൈനസ് 1 ഇൻറ്റു ബി പ്ലസ് ak മൈനസ് 1, വേർ ak മൈനസ് 1 ലെസ് ദാൻ 0 ലെസ് ദാൻ ak മൈനസ് 1 ലെസ് ദാൻ ബി. ഓക്കെ, ലാസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെ എഴുതാം, ദാറ്റ് ഈസ് qk മൈനസ് 1 this equal to
0 into അല്ലെ ലാസ്റ്റ് സ്റ്റെപ്പ് ഞാൻ പറഞ്ഞു ഇതായിരിക്കും ലാസ്റ്റ് സ്റ്റെപ്പ് അല്ലെ ദാറ്റ് ഈസ് qk minus 1 equal to 0b plus ak where ak less than b 0 less than or equal to ak less than b. ഓക്കെ, അപ്പൊ ഇത്രയും നമുക്ക് അൽഗോരിതം ഏത് നമ്പർ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും അൽഗോരിതം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. തൊട്ട് മുന്നേ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത പോലെ ഇവിടുന്ന് നമ്മൾ ഇതിലെ ഓരോ ടേമും എടുത്തുകൊണ്ട് അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പോവാം. therefore n equal to q naught b plus a naught. that is q naught നമുക്ക് ഇവിടുന്ന് കണ്ടുപിടിക്കാൻ പറ്റും അല്ലേ. എന്താണ് q naught? therefore substitute ചെയ്ത് കഴിഞ്ഞാൽ that is q naught equal to some q1 b plus a1 into b. ഇത്രയാണ് q naught into b plus a naught. that equal to q1 b square plus a1b plus a naught. പക്ഷെ ഇവിടെ q1 വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. കാരണം q1 നമുക്ക് അൽഗോരിതത്തിൽ കിട്ടും. that is this equal to എന്താണ് q2b plus a2 b square plus a1b plus a naught. that is this equal to q2b cube plus a2b square plus a1b plus a naught. വീണ്ടും q2 നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, വീണ്ടും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. that is this equal to q3b plus a3 into b cube plus a2b square plus a1b plus a naught. that equal to q3b cube plus next a3b cube plus a2b square plus a1b plus a naught അല്ലേ. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് ടേം എന്തായിരിക്കും, ലാസ്റ്റ് ടേം നമ്മൾ ഇവിടെ വരെ എത്തും അല്ലേ. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ ദിസ് ഈക്വൽ ടു ak minus 1 സോറി qk minus 1 നെക്സ്റ്റ് പവർ എന്തായിരിക്കും b പവർ k അല്ലേ. that is qk ഇവിടെ നമ്മൾ എഴുതുമ്പോൾ 2 ആണെങ്കിൽ ഇവിടെ അതിന്റെ പവർ ഒന്ന് കൂടുതലാണ് അല്ലേ. ഇവിടെ 1 ആണെങ്കിൽ അതിന്റെ പവർ ഒന്ന് കൂടുതലാണ്. അപ്പോൾ qk minus 1 ആണെങ്കിൽ ഇതിന്റെ പവർ ഇതിനേക്കാളും ഒന്ന് കൂടുതലാണ്. അപ്പോൾ എന്ത് വരും, that is b raised to k plus next ak ഇവിടെ a3 q2 ആണെങ്കിൽ പിന്നെ ഇവിടുന്ന് ak 2 1 0 3 ആണെങ്കിൽ ഇവിടെ 3 2 അങ്ങനെ പോകും അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് വരും ak minus 1 b power k minus 1 plus ak minus 2 b power k minus 2 plus etc plus last term a1b plus a naught. പക്ഷെ ലാസ്റ്റ് ടേം നമുക്ക് നോക്കിയാൽ മനസ്സിലാവും എന്താണ് qk minus 1 ഇത് 0 ആണ് അല്ലേ. ദാറ്റ് ഈസ് qk minus 1 ഈക്വൽ ടു ak കിട്ടും. അപ്പോൾ qk minus 1 പകരം നമുക്ക് എന്ത് ചെയ്യാം, ak സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ. ലാസ്റ്റ് ടേം ഇത് 0 ആണ്, ഇത് 0 ആയതുകൊണ്ട് qk minus 1 ഈക്വൽ ടു ak ആണ്. therefore this equal to ak b raised to k plus ak minus 1 b raised to k minus 1 plus ak minus 2 b raised to k minus 2 plus etc last term a1b plus a naught. അപ്പോൾ എന്താ കിട്ടിയിട്ടുള്ളത്, നമ്മൾ ഒരു ആർബിറ്ററി n എന്ന ഇൻഡിജർ എടുത്തു, അതുപോലെ തന്നെ b എന്ന ഒരു പോസിറ്റീവ് ഇൻഡിജർ എടുത്തു, എന്നിട്ട് ആ n എന്ന നമ്പറിനെ n ഈക്വൽ ടു ഇതിനെ b യിലെ ബേസിലേക്ക് മാറ്റി എഴുതി അല്ലേ. ദാറ്റ് ഈസ് n നെ നമ്മൾ എങ്ങനെ എഴുതി, ദാറ്റ് ഈസ് ak b പവർ k plus ak minus 1 b power k minus 1 plus ak minus 2 b power k minus 2 plus etc plus a1b plus a naught. അപ്പോൾ എക്സിസ്റ്റൻസിന്റെ പ്രൂഫായി ഇങ്ങനെ നമുക്ക് എഴുതാം എന്നുള്ളതിന്റെ പ്രൂഫായി. ദാറ്റ് ഈസ് ഇത് ഇത്രയും ഭാഗം എന്താണ്, പ്രൂഫ് ഓഫ് എക്സിസ്റ്റൻസ് ആണ്. ഇനി നമുക്ക് വേണം യുണീക്ക്നെസ്
ദാറ്റ് ഈസ് ഇതേ റെപ്രസെന്റേഷൻ മാത്രമേ ഉള്ളൂ. അഥവാ എന്നും ബിയും എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതാൻ പറ്റുള്ളൂ, വേറൊരു റെപ്രസെന്റേഷൻ ഇല്ല എന്ന് തെളിയിക്കണം. ഓക്കെ, ദാറ്റ് ഈസ് നെക്സ്റ്റ് പ്രൂഫ് ഓഫ് യൂണീക്ക്നെസ്. യൂണീക്ക്നെസ് അഥവാ നമ്മൾ എടുക്കാൻ പോണത് രണ്ട് രീതിയിലെ റെപ്രസെന്റേഷൻ ഉണ്ട് എന്ന് അസ്യൂം ചെയ്തു. ദാറ്റ് ഈസ് എന്നിനെ നമുക്ക് എങ്ങനെ എഴുതാം? n ഈക്വൽ ടു സിഗ്മ ഐ 0 ടു k ai b പവർ i. അതുപോലെ തന്നെ സെയിം എന്നിനെ വേറൊരു റെപ്രസെന്റേഷൻ കൂടി ഉണ്ട്. ദാറ്റ് ഈസ് n ഈക്വൽ ടു സിഗ്മ I going from 0 to k some ci b power i. ഇങ്ങനെ രണ്ട് റെപ്രസെന്റേഷൻ ഉണ്ട് എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ദാറ്റ് ഈസ് രണ്ടും n ആണ്, രണ്ടും n എന്ന ഇൻറ്റിജർ ആണ്. therefore നമുക്ക് ഇത് രണ്ടും ഈക്വൽ ആക്കി എഴുതാം അല്ലേ. n ഈക്വൽ ടു സിഗ്മ i going from 0 to k ai b പവർ i ആണ്. അതുപോലെ തന്നെ n ഈക്വൽ ടു സിഗ്മ i going from 0 to k ci പവർ ci into b പവർ i ആണ്. therefore നമുക്ക് ഇതിനെ സിഗ്മ I going from 0 to k ai bi equal to ഇങ്ങനെ എഴുതാം അല്ലേ. രണ്ടും n ആണ്. that is sigma I going from 0 to k some ci bi ഇങ്ങനെ എഴുതാം അല്ലേ. that equal to that implies sigma I going from 0 to k ai b power i minus sigma I going from 0 to k ci b power i equal to 0 അല്ലേ. ഇതിനെ ലെഫ്റ്റ് സൈഡിലേക്ക് എടുത്തു. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? സെയിം സിഗ്മയുടെ ഐ ഗോയിങ് ഫ്രം ഇവിടെ എല്ലാം സെയിം ആയതുകൊണ്ട് നമുക്ക് ഇതിനെ ഒന്നിച്ചെഴുതാം. ദാറ്റ് ഈസ് സിഗ്മ ഐ ഗോയിങ് ഫ്രം 0 ടു k ai minus bi into b power ci into b power i equal to 0 അല്ലേ. ഇങ്ങനെ എഴുതാം. ദാറ്റ് ഈസ് ഇതിനെ നാം വേറെ റെപ്രസെന്റേഷൻ കൊടുക്കാൻ പോവാണ് di. ദാറ്റ് ഈസ് di പറയുന്നത് ai minus ci. ഓക്കെ, therefore ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് implies sigma I going from 0 to k some di into bi equal to 0. If di equal to 0 for all i, എല്ലാ iക്കും that is d1 0 ആണ്, d2 0 ആണ്, d3 0 ആണ്. ഇങ്ങനെ ആണെങ്കിലോ if di equal to 0 for all ai, എല്ലാ di യും 0 ആണെങ്കിൽ എന്താണ് di? ai minus ci. ഇത് 0 ആണെങ്കിൽ നമുക്ക് അപ്പോൾ അവിടുന്ന് കിട്ടും എന്താണ്? ai equal to ci കിട്ടും. ഇത് രണ്ടും ഈക്വൽ ആണെങ്കിൽ പിന്നെ ഇത് രണ്ടും സെയിം റെപ്രസെന്റേഷൻ ആണ് അല്ലേ. ഇവിടെ i going from 0 to k ai into b പവർ i ആണ്. ഇവിടെയോ i going from 0 to k ci b പവർ i ആണ്. ഇവിടെ ai യും ci യും ഈക്വൽ ആണെങ്കിൽ പിന്നെ ഇത് രണ്ടും യൂണിക് റെപ്രസെന്റേഷൻ ആണ് അല്ലേ. അപ്പോ if di equal to 0 എല്ലാ iക്കും 0 ആണെങ്കിൽ di 0 ആണെങ്കിൽ അവിടെ നിന്ന് നമുക്ക് എന്ത് കിട്ടും? di പറഞ്ഞു കഴിഞ്ഞാൽ ai minus ci ആണ് അല്ലേ. ദാറ്റ് ഈസ് ai equal to ci കിട്ടും. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും യൂണിക് റെപ്രസെന്റേഷൻ ആണ്. അപ്പോൾ ഇത് എല്ലാ iക്കും ഇത് 0 ആണെങ്കിൽ di 0 ആണെങ്കിൽ അവിടെ നമുക്ക് കംപ്ലീറ്റ് പ്രൂഫ് ആയി, യൂണിക്ക്നെസ് ആയി. ഇനി അല്ലെങ്കിലോ അവിടെ സം di not equal to 0 ആണെങ്കിൽ, അപ്പോൾ നമ്മൾ ഇനി എടുക്കാൻ പോകുന്നത് സം di not equal to 0. ദാറ്റ് ഈസ് ഒന്നാമത്തെ കേസ് 1 if di equal to 0 for all I, then our proof is complete. ഇനി അല്ലെങ്കിലോ കേസ് 2. എന്താണ് കേസ് 2? di not equal to 0 for all i, എല്ലാ iക്കും 0 അല്ല എന്ന് അസ്യൂം ചെയ്തു. പക്ഷെ നമ്മൾ എടുക്കാൻ പോകുന്നത് dj not equal to 0, j എന്ന ഒരു നമ്പർ സെലക്ട് ചെയ്യാൻ പോവാണ്. ദാറ്റ് ഈസ് dj
സ്മാളസ്റ്റ് ജെ നമ്മൾ എടുക്കാൻ പോകുന്നത്, നമ്മൾ ഇവിടെ എടുക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതും അല്ലേ, ദാറ്റ് ഈസ് സിഗ്മ I going from 0 to k ai b power j b power I, that is ഇവിടെ a1 b power 1 b power 0, okay, b power 0, next a power 0 a I ആണ് അല്ലേ, that is a naught b power 0, next a1 b power 1, a2 b power 2 plus etc ഏതുവരെ ak b power k. അപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത് ഇവിടെ ഏതാണ്, ai b power I ആണ്, പക്ഷെ നമ്മളിവിടെ ai മൈനസ് ci ആണ്, അതാണ് di. അപ്പോൾ നമ്മൾ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ എങ്ങനെയായിരിക്കും, ഇവിടെ di ആയിരിക്കും അല്ലേ, therefore ഇവിടെ d ആയിരിക്കും, ഇവിടെ d ആയിരിക്കും, ഇത് d ആയിരിക്കും. നമ്മൾ j എന്നുള്ള നമ്മൾ കേസ് ഇതാണ്, എല്ലാ ഐക്കും നോട്ട് ഈക്വൽ ടു 0, എല്ലാ ഐക്കും നോട്ട് ഈക്വൽ ടു 0 അല്ലെങ്കിൽ ഏതെങ്കിലും ഐക്ക് എന്തായിരിക്കും, നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. എല്ലാ ഐക്കും 0 ആണെങ്കിൽ നമ്മുടെ കംപ്ലീറ്റ് പ്രൂഫ് ആയി. ഇനി അല്ലാത്ത കേസിലാണെങ്കിൽ നമ്മൾ എടുക്കാൻ പോകുന്നത് j എന്നൊരു നമ്പർ 0 1 2 3 എക്സെട്ര k വരെ ഉണ്ട്, ഇത് എയുടെ സഫിക്സ് അല്ലേ, അതിൽ j എന്ന ഒരു നമ്പർ സെലക്ട് ചെയ്യാൻ പോകണം. ഇതിന്റെ അടിയത്തെ j എന്ന നമ്പർ സെലക്ട് ചെയ്യാൻ പോവാം. എന്നാൽ ജയുടെ പ്രത്യേകത അവിടുന്ന് അങ്ങോട്ട് കംപ്ലീറ്റ് നോട്ട് ഈക്വൽ ടു 0 ആണ്. അതുവരെ ദാറ്റ് ഈസ് ഇവിടെ ഒരു പക്ഷെ എന്തായിരിക്കും, d1 0 ആയിരിക്കും, d നോട്ട് 0 ആയിരിക്കും, d2 0 ആയിരിക്കും, d3 0 ആയിരിക്കും. ഇങ്ങനെ dj നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ ഇതിന്റെ മുന്നത്തെ കംപ്ലീറ്റ് 0 ആണ്, അത് കഴിഞ്ഞിട്ട് ഏതാണോ നോട്ട് ഈക്വൽ ടു 0 വരുന്നത് ആ നമ്പർ നമ്മൾ സെലക്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, ദാറ്റ് ഈസ് j. വി സെലക്ട് j, സ്മാളസ്റ്റ് j, smallest j 0 less than or equal to j less than or equal to k such that dj not equal to 0 and di equal to 0 for all I, for all 0 less than or equal to I less than or equal to j. ഓക്കെ, അങ്ങനത്തെ j സെലക്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഇവിടെ ഞാൻ ഇത്രയും ഭാഗം ഒന്ന് റേസ് ചെയ്യാൻ പോവാം. ഇപ്പൊ നമ്മൾ എടുത്ത j എന്താണ്, 0യുടെയും kയുടെയും ഇടയിലത്തെ നമ്പർ ആയിരിക്കും j അല്ലേ. ഞാൻ ഒന്നും കൂടി നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി എഴുതാം, ദാറ്റ് ഈസ് സിഗ്മ I going from 0 to k di b power I, that is this equal to നമുക്ക് എങ്ങനെ എഴുതാം, d1 d0 b power 0, next d1 b power 1 plus d2 b power square plus etc plus next എടുക്കുന്നുണ്ടായിരിക്കും dj b power j plus etc plus dk b power k. പക്ഷെ നമ്മൾ എടുത്ത dj എന്താണ്, dj പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ തൊട്ട് മുന്നത്തെ എല്ലാ diയും 0 ആണ്. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇത് 0 ആണ്, ഇത് 0 ആണ്, അതുപോലെ തന്നെ ഇത് 0 ആണ്, ഇത് 0 ആണ്, എക്സെട്ര ഇതുവരെ 0 ആണ്, ശരിയല്ലേ, ഇതുവരെ നമുക്ക് 0 എന്ന് കിട്ടും. നമ്മൾ അങ്ങനത്തെ j ആണ് എടുത്തിട്ടുള്ളത്. 0 ഉണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കി നെക്സ്റ്റ് നമ്പർ ആണ് j എടുത്തിട്ടുള്ളത്. therefore നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഇത്രയും ടേം ഈ സമ്മിൽ വരുന്നില്ല അല്ലേ. അപ്പോൾ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, സിഗ്മ I going from 0 to k di b power j that equal to, ഇതിനെ വേണമെങ്കിൽ j മുതൽ എഴുതിയാലും മതി അല്ലേ, that is സിഗ്മ I going from j to k, കാരണം ഇതുവരെ 0 ആണ്, j മുതലേ നമുക്ക് 0 അല്ലാത്ത ടേം വരുന്നുള്ളൂ. അപ്പൊ സമ്മിൽ എന്തായാലും ഇത്രയും ടേം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് 0 ആണ് വരിക. ദാറ്റ് ഈസ് നമുക്ക് ഇവിടെ മുതൽ കൗണ്ട് ചെയ്താൽ മതി, ദാറ്റ് ഈസ് I going from j to k dj അല്ലെങ്കിൽ di b power I. ഓക്കെ, ദാറ്റ് ഈസ് ഞാൻ വീണ്ടും മനസ്സിലാൻ വേണ്ടി കണ്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ, ദാറ്റ് ഈസ് സിഗ്മ I going from 0 to k dj b power di
di b പവർ I ദാറ്റ് ഈക്വൽ ടു നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്താൽ മതി അല്ലേ. ദാറ്റ് ഈസ് ഇവിടെ ബിയുടെ പവർ ജെ ആണ് അല്ലേ. ഞാൻ ഇവിടെ ഇതുപോലെ തന്നെ എഴുതാൻ പോവാം. ദാറ്റ് ഈസ് ഡി ജെ ബി പവർ ജെ പ്ലസ് ഡി ജെ പ്ലസ് 1 ബി പവർ ജെ പ്ലസ് 1 പ്ലസ് എക്സെട്ര പ്ലസ് ഡി കെ ബി പവർ കെ. എനിക്ക് വേണമെങ്കിൽ ഇതിന്ന് ഒരു ബി ജെ പുറത്തേക്ക് എടുക്കാം അല്ലേ. ബി ജെ പുറത്തേക്ക് എടുത്തെങ്കിൽ എന്ത് വരും? ദാറ്റ് ഈസ് ബി പവർ ജെ ബ്രാക്കറ്റിൽ എന്ത് വരും? ഡി ജെ നെക്സ്റ്റ് പ്ലസ് നെക്സ്റ്റ് ഡി ജെ പ്ലസ് 1 ബി ജെ ബി 1 അല്ലേ. ബി ജെ പുറത്തേക്ക് എടുത്തു ബി 1 പ്ലസ് എക്സെട്ര ഡി കെ നെക്സ്റ്റ് ബി പവർ കെ മൈനസ് ജെ. ഇങ്ങനെ എഴുതാം. ഇതേ റെപ്രസെന്റേഷൻ സിഗ്മ നൊട്ടേഷൻ മാറ്റി എഴുതുമ്പോൾ എങ്ങനെ സംഭവിക്കാം? സെയിം കാര്യം. ഞാൻ ബി ജെ അതിൽ നിന്ന് പുറത്തേക്ക് എടുത്തു. That is sigma നമ്മൾ എവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒന്നുകൂടി ഞാൻ സ്റ്റാർട്ടിങ് ഒന്നുകൂടി പറയാം. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. അതിന്റെ പ്രൂഫ് ഒന്നുകൂടി പറയാം. സിഗ്മ I going from 0 to k സം ci അല്ലെങ്കിൽ ai മൈനസ് ci into b പവർ I equal to 0. ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് ഓക്കെ. ദാറ്റ് ഈസ് സിഗ്മ I going from 0 to k di b പവർ I equal to 0. നെക്സ്റ്റ് ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ജെ എന്നുള്ള ഒരു നമ്പർ സെലക്ട് ചെയ്തു അല്ലേ. സെലക്ട് ജെ അല്ലേ. ദാറ്റ് ഈസ് ജെ വരെ എന്താണ്? അത് 0 ആയതുകൊണ്ട് നമുക്ക് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് സിഗ്മ I going from 0 to k di b പവർ I equal to സിഗ്മ I going from j to k di b പവർ I equal to 0. 0 ഇതാണ് അല്ലേ. നമ്മൾ ഇവിടെ ഈക്വൽ ടു 0 ഇവിടെ എല്ലാം ഈക്വൽ ടു 0 ഉണ്ട്. ഓക്കെ. അപ്പോൾ നെക്സ്റ്റ് അതുകൊണ്ട് ഞാൻ വീണ്ടും ഇവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്ത് നെക്സ്റ്റ് therefore this equal to നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? ഒരു ജെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. I going from j to k ആണ്. therefore ഈ ബി ജെ എന്ത് ചെയ്യാം? എനിക്ക് വേണമെങ്കിൽ ഔട്ട്സൈഡ് എടുക്കാം. therefore this that implies ബി ജെ ഞാൻ ബി പവർ ജെ പുറത്തേക്ക് എടുത്തു. ബാക്കി എന്തുണ്ടായിരിക്കും? സിഗ്മ I going from 1 to k I going from j to k di നെക്സ്റ്റ് ഇവിടെ എന്തുണ്ടായിരിക്കും? b പവർ I മൈനസ് ജെ. ഓക്കെ. ദാറ്റ് ഈസ് ഈക്വൽ ടു 0. എനിക്ക് വേണമെങ്കിൽ ഇതെന്താ? ബി പവർ ജെ ബി ഒരു പോസിറ്റീവ് നമ്പർ ആണ്. ബി പവർ ജെ ഒരു പോസിറ്റീവ് നമ്പർ ആണ്. എനിക്ക് വേണമെങ്കിൽ ഇത് ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ എന്തായി? ദാറ്റ് ഇംപ്ലൈസ് സിഗ്മ I from j to k di b പവർ I മൈനസ് ജെ ഈക്വൽ ടു 0 കിട്ടും. എന്ത്? ഈ ബി ഐനെ ഞാൻ ലെഫ്റ്റ് സൈഡ് റൈറ്റ് സൈഡിലേക്ക് എടുത്തു. ഓക്കെ. ദാറ്റ് ഈസ് ദിസ് ഇംപ്ലൈസ് ഇവിടെ എന്താ കിട്ടുക? ഇവിടെ ഫസ്റ്റ് ടേം എന്തായിരിക്കും? ഇതൊന്ന് എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫസ്റ്റ് ടേം ഫസ്റ്റ് എന്ത് ചെയ്യും? ജെ എഴുതാം അല്ലേ. ദാറ്റ് ഈസ് ഫസ്റ്റ് I going from j to k ആണെങ്കിൽ ഫസ്റ്റ് ടേം എന്ത് വരും? ഡി ജെ വരും. അടുത്ത ടേം എന്തായിരിക്കും? ദാറ്റ് ഈസ് ഡി ജെ ബി പവർ I മൈനസ് ഐക്ക് ജെ കൊടുക്കുമ്പോൾ ബി പവർ 0 വരും. ദാറ്റ് ഈസ് ഡി ജെ. നെക്സ്റ്റ് ഡി ജെ പ്ലസ് സെക്കൻഡ് ഡി ജെ പ്ലസ് 1 ഇൻറ്റു ബി. അടുത്ത ടേം ഡി ജെ പ്ലസ് 2 ഇൻറ്റു ബി സ്ക്വയർ പ്ലസ് എക്സെട്ര. ലാസ്റ്റ് ടേം എന്തായിരിക്കും? ലാസ്റ്റ് ടേം കെ കൊടുക്കും അല്ലേ. ദാറ്റ് ഈസ് ഡി കെ ബി പവർ കെ മൈനസ് ജെ. ഇങ്ങനെ ആയിരിക്കും വരിക. ഓക്കെ. ദാറ്റ് ഈസ് ഇതും നമുക്ക് എന്ത് ചെയ്യാം? ഒരു സമ്മേഷൻ ഫോമിലേക്ക് മാറ്റി എഴുതാം. ദാറ്റ് ഈസ് ദിസ് ഈക്വൽ ടു 0 കിട്ടും. ദാറ്റ് ഇംപ്ലൈസ് ഡി ജെ പ്ലസ് സമ്മേഷൻ ഇവിടെ നമുക്ക് സമ്മേഷൻ ഓക്കെ സമ്മേഷൻ ഫോമിൽ ഇതിനെ മാറ്റി എഴുതാം.
അതിന്റെ മുന്നേ എനിക്ക് ഇതിന്ന് ഒരു ബിയും കൂടി കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം അല്ലെ. ഇവിടെ ബി ഉണ്ട്, ഇവിടെ ബി സ്ക്വയർ ഉണ്ട്, എല്ലാ ടൈമിലും ബി ഉണ്ട്. അപ്പോൾ ബിനെയും കൂടിയും പുറത്തേക്ക് എടുത്ത് ബാക്കി സമ്മേഷൻ ഫോമിൽ എഴുതുമ്പോൾ എന്ത് വരും? ദാറ്റ് ഈസ് ഡി ജെ അല്ലെങ്കിൽ ഡി ഐ ബി പവർ ഐ മൈനസ് ജെ മൈനസ് 1 ഇൻറ്റു that equal to 0. Substitute ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാവും. j going from that is I going from j plus 1 to k അല്ലേ. that is first di ക്ക് j plus 1 കൊടുക്കും. ഇവിടെ കൊടുക്കുമ്പോൾ b പവർ 0 വരും. that is b എടുക്കുമ്പോൾ ഇവിടെ dj plus 1 plus etc. ഇതേപോലെ തന്നെ വരും. ഓക്കെ, that is എന്താ നമുക്ക് കിട്ടിയിട്ടുള്ളത്? that implies b into sum. ഇത്രയും ഇതെന്താ? ഇതൊരു ഇൻറ്റിജർ ആയിരിക്കും അല്ലേ. that is sigma I going from j plus 1 to k. ഇതെന്തായിരിക്കും? ഇതൊരു ഇൻറ്റിജർ ആയിരിക്കും. that is b into that integer it equal to minus dj എന്ന് കിട്ടി. ഓക്കെ, അഥവാ ബിന്റെയും ഏത് ഒരു നമ്പറിന്റെയും പ്രൊഡക്റ്റ് ആണ് dj എന്ന് കിട്ടി. ഓക്കെ, പക്ഷെ നമുക്കറിയാം 0 less than or equal to ai less than or equal to b. അഥവാ ബിനേക്കാളും ചെറുതാണ് ai. ഈ ai എന്താ എവിടുന്ന വരുന്നത്? ai വരുന്നത് നമ്മൾ എക്സ്പാൻഡ് ചെയ്ത ഈ ഓരോ നമ്പറാണ് ai. ഇതാണ് ai, a1 a2 a3. ഇവിടെ എല്ലാം നമ്മൾ ആ അൽഗോരിതം എഴുതിയപ്പോൾ ഇവിടെ എല്ലാം എന്താണ്? ബിനേക്കാളും ചെറുതാണ് എല്ലാ aiയും. അതുപോലെ തന്നെ സി ഐ പറയുന്നത് ഇതേപോലത്തെ വേറെ റെപ്രസെന്റേഷനാണ്. അപ്പൊ അവിടെ സി ഐ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി നോട്ട് ലെസ് ദാൻ ബി ആയിരിക്കും. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി 1 ലെസ് ദാൻ ബി ആയിരിക്കും. 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി 2 ലെസ് ദാൻ ബി ആയിരിക്കും. അഥവാ എ ഐയും അതുപോലെ തന്നെ സി ഐയും എപ്പോഴും ബിനേക്കാൾ ചെറുതായിരിക്കും. അതുപോലെ തന്നെ ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ ആ രണ്ട് റെപ്രസെന്റേഷനും എ ഐയും സി ഐയും നമ്മൾ എടുക്കുമ്പോൾ അത് സീറോയുടെയും ബിയുടെയും ഇടയിലായിരിക്കും. ദാറ്റ് ഈസ് ഓൾവേസ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ആയിരിക്കും. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഉണ്ടായിരിക്കില്ല അല്ലെ. ദാറ്റ് ഈസ് സ്ട്രിക്ട്ലി ലെസ് ദാൻ ആയിരിക്കും. ഇവിടെ സ്ട്രിക്ട്ലി ലെസ് ദാൻ ആയിരിക്കും. അതുപോലെ തന്നെ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി ഐ ലെസ് ദാൻ ബി ആയിരിക്കും. ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് രണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ഐ കോമ സി ഐ ഓൾവേസ് ലെസ് ദാൻ ബി ആയിരിക്കും. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്ന് ഒരു കാര്യം പറയാൻ പറ്റും. കാരണം ഇതിന്ന് നമുക്ക് 0 ലെസ് ദാൻ ഈക്വൽ ടു എ ഐ ലെസ് ദാൻ ഈക്വൽ ടു ബി എന്ന് പറയാൻ പറ്റും. ഇവിടെ നമുക്ക് ഒരു -1 കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? മൈനസ് ബി ലെസ് ദാൻ സി ഐ മൈനസ് സി ഐ അല്ലെ. ഇൻഇക്വാലിറ്റി ചേഞ്ച് ചെയ്യും. ദാറ്റ് ഈസ് മൈനസ് ബി ലെസ് ദാൻ മൈനസ് സി ഐ വരും. നെക്സ്റ്റ് നമുക്ക് ലെസ് ദാൻ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ബി എന്ന് എഴുതാം, അല്ലെങ്കിൽ 0 എന്ന് എഴുതാം. നെക്സ്റ്റ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ഐ ലെസ് ദാൻ ബി എന്ന് എഴുതാം. സ്ട്രിക്ട്ലി ലെസ് ദാൻ ഇത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ദാറ്റ് ഈസ് ഈ രണ്ട് ഇൻഇക്വാലിറ്റി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് ബി ലെസ് ദാൻ എ ഐ മൈനസ് സി ഐ ലെസ് ദാൻ ബി എന്ന് വരും. ദാറ്റ് ഈസ് എ ഐ മൈനസ് സി ഐയുടെ ഇടയിലാണ്, എ ഐ മൈനസ് സി ഐയുടെ താഴെയാണ് മൈനസ് ബിയും മുകളിലാണ് ബിയും. അഥവാ എ ഐ മൈനസ് സി ഐ ഇവിടുന്ന് നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ട് ആണ് എ ഐ മൈനസ് സി ഐ. അത് എന്തിന്റെ ഇടയിലാണ്? ബിയുടെയും മൈനസ് ബിയുടെയും ഇടയിലാണ് എന്നുള്ളത് കിട്ടി. എന്താണ് എ ഐ മൈനസ് സി ഐ? ദാറ്റ് ഈസ് മൈനസ് ബി ലെസ് ദാൻ ഡി ഐ ലെസ് ദാൻ ബി. ഓക്കെ, ദാറ്റ് ഈസ് ഇതിന്റെ രണ്ടിന്റെയും ഇടയിലാണെങ്കിൽ ഒരിക്കലും നമുക്ക് ഡിനെ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല. കാരണം ബിനേക്കാളും ചെറുതാണ് ഡി ഐ. അപ്പോൾ ഒരിക്കലും ഡി ഐ ഡിവൈഡഡ് ബൈ ബി ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇൻറ്റിജർ കിട്ടില്ല. ഓക്കെ, ഇത് നോട്ട് ബിലോങ്സ് ടു സെഡ് ആയിരിക്കും. ഒരിക്കലും ഒരു ഇൻറ്റിജർ കിട്ടില്ല. കാരണം ഡി ഐ ചെറിയതും ബി എന്നുള്ളത് അതിലും വലുതാണ്, വലിയ നമ്പറാണ്. നമ്മൾ 3ഉം 5ഉം എടുത്തു കഴിഞ്ഞാൽ 3/5 ഒരു ഇൻറ്റിജർ കിട്ടുമോ? ഇല്ല, ഒരു ഡെസിമൽ വാല്യൂ ആണ് കിട്ടുക. അപ്പോൾ ഒരിക്കലും ഇങ്ങനെ കിട്ടില്ല. പക്ഷെ ഇവിടെ എന്താ നമുക്ക് കിട്ടിയേ? ഡി ജെ ഇവിടെ മൈനസ് ആണെങ്കിലും പ്ലസ് ആണെങ്കിലും ഒരേപോലെയാണ്. ഓക്കെ, ദാറ്റ് ഈസ് ഡി ജെ. ഇവിടുന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ ഇങ്ങോട്ട് എടുക്കാം, ബിനെ ഇങ്ങോട്ട് എടുക്കാം. ദാറ്റ് ഈസ് ഇവിടുന്ന് നമുക്ക് ഡി ജെ മൈനസ് ഡി ജെ ഡിവൈഡഡ് ബൈ ബി ഈക്വൽ ടു എന്ത് കിട്ടി? ഈ ഇൻറ്റിജർ കിട്ടി. ഇതെന്താണ്? ഒരു ഇൻറ്റിജർ ആണ് അല്ലെ, ഒരു സമ്മാണ്. ഇൻറ്റിജേഴ്സ് ആഡ് ചെയ്ത ഒരു സമ്മാണ്. ദെർഫോർ ഇതെന്ത് കിട്ടി? ഒരു ഇൻറ്റിജർ കിട്ടി. അതിന്റെ മീനിങ് എന്താണ്? ഇത് ഇൻറ്റിജർ കിട്ടുകയാണെങ്കിൽ ഡി ജെ ഈക്വൽ ടു 0 ആയിരിക്കും. ദാറ്റ് ഈസ്
ബി ഡിവൈഡ്സ് ഡി ജെ എന്നാണ് കിട്ടിയിട്ടുള്ളത്. ബി ഡിവൈഡ്സ് ഡി ജെ ഒരിക്കലും വരില്ല, കാരണം ഡി ജെ ഓൾവേസ് ലെസ് ദാൻ ബി ആണ്. ഇനി കിട്ടുകയാണെങ്കിൽ എന്തായിരിക്കും, വേർ ഡി ജെ ഈക്വൽ ടു 0 ആയിരിക്കും. 0 വരുമ്പോൾ മാത്രമേ ഇൻറ്റിജർ വരുള്ളൂ. നമുക്കറിയാം 0 ഡിവൈഡ് ബൈ 5, 0 ലെസ് ദാൻ 5 ആണ്. 0 ഡിവൈഡ് ബൈ 5 എപ്പോഴും 0 ആണ് കിട്ടുക. അപ്പോൾ ഒരിക്കലും എ ലെസ് ദാൻ ബി ആണെങ്കിൽ, എ ലെസ് ദാൻ ബി ആണെങ്കിൽ എ ബൈ ബി നോട്ട് ബിലോങ്സ് ടു ഇൻറ്റിജർ ആയിരിക്കും. ബിലോങ്സ് ടു ആണെങ്കിൽ ദാറ്റ് ഇംപ്ലൈസ് ഇഫ് എ ബൈ ബി ബിലോങ്സ് ടു സെഡ് ആണെങ്കിൽ ദാറ്റ് ഇംപ്ലൈസ് എ ഈക്വൽ ടു 0 ആയിരിക്കും. therefore ഇവിടെ എന്ത് കിട്ടി, therefore ഇവിടെ ഡി ജെ ഈക്വൽ ടു 0 കിട്ടി. ഡി ജെ ഈക്വൽ ടു 0 പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കംപ്ലീറ്റ് എല്ലാ ജെ വരെ എല്ലാം 0 ആണെന്ന് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അവിടുന്ന് അങ്ങോട്ടും കംപ്ലീറ്റ് 0 ആണെങ്കിൽ എന്തായിരിക്കും, ദാറ്റ് ഈസ് എ ഐ ഈക്വൽ ടു സി ഐ ആയിരിക്കും. ഇതാണ് യുണീക്ക്നെസ്. ഓക്കെ, കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. ഈ 2-3 പ്രാവശ്യം നിങ്ങൾ ഈ വീഡിയോ കംപ്ലീറ്റ് കാണുക. നെക്സ്റ്റ് നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കാം. ടെക്സ്റ്റ് ബുക്ക് വളരെ ബ്രീഫായിട്ടാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ബാക്കിയുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.